തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഗീ കേക്ക് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ഉണങ്ങിയ ബൗൾ എടുക്കുക, അതുപോലെ തന്നെ ഒരു അരിപ്പും എടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ അല്ല. ഇനി അതിലേക്ക് 2 പിഞ്ച് ഉപ്പാണ് ചേർക്കുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാവേ. 1-2 വട്ടം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇതുപോലുള്ള കട്ടകൾ ഉണ്ടാവത്തില്ല, കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കുവേ. ഇനി അരിച്ചെടുത്ത ഈ ഒരു ഡ്രൈ പൗഡർ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ പഞ്ചസാര നല്ല ഫൈനായിട്ട് ഇതിൽ കാണുന്ന പോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാവേ. പഞ്ചസാര പൊടിക്കുമ്പം ഒട്ടും തന്നെ തരി പാടില്ല, കയ്യിലെടുക്കുമ്പോൾ മാവ് പോലെ ഇരിക്കണേ. ഇനി അതിലോട്ട് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 1/2 കപ്പ് നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചൂടാക്കി എടുക്കരുത്, അതുപോലെ തന്നെ തണുത്ത നെയ്യും എടുക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കണേ. എന്നിട്ട് ഇതുമായിട്ട് നല്ല പോലെ കമ്പൈൻ ചെയ്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം 2 മുട്ടയാണ് ചേർക്കുന്നത്. അതും റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ഒരു ഇച്ചിരി ലൂസായി കിട്ടും. അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/4 കപ്പ് പാലാണ്, അത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഒരു 5-6 സെക്കൻഡ് പൾസ് ബട്ടണിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു ഉണങ്ങിയ പാത്രത്തിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതായിരിക്കണം. കുറച്ച് ലൂസായി പോയാലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ഡ്രൈ പൗഡർ ഇട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഡ്രൈ പൗഡർ കുറച്ചായിട്ട് ചേർത്ത് കേക്കിൻ്റെ ബാറ്റർ നല്ല പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കണേ. ഒരുപാട് നേരം മിക്സ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ കേക്ക് കുറച്ചൊന്ന് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മിക്സ് ചെയ്യുമ്പം കട്ടകളില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം, ഒരുപാട് കട്ടിയാവരുതേ. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കടായി ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. അതിനകത്തൊരു വളയം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ട് അതിനകത്തോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഈ ഒരു ബട്ടർ പേപ്പർ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. ഈ ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാവേ. ഇനി അങ്ങനെ ചെയ്തിട്ട് ബബിൾസ് പോയില്ലെങ്കിൽ ഇതുപോലെ ടൂത്ത് പിക്ക് കൊണ്ട് റൗണ്ട് ആക്കി ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്താൽ ബബിൾസ് എല്ലാം പോയി കിട്ടുവേ. 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കടായിലോട്ട് നമ്മുടെ ഈ ഒരു കേക്ക് ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അതിനുശേഷം ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് തുറക്കേ ചെയ്യരുതേ. എന്നിട്ട് കുക്കായോന്ന് അറിയാൻ വേണ്ടി ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പോൾ ആ ഒരു ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ കേക്ക് നല്ല അടിപൊളിയാ കുക്കായെന്നാണ് അർത്ഥം. കേക്കിൻ്റെ ആ ഒരു ചൂട് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടവൽ അതിൻ്റെ മീതെ ഇടാവുന്നതാണ്. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഉടനെ കട്ട് ചെയ്താൽ ഇത് പൊടിഞ്ഞു പോവേ. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഉള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആണെന്നുള്ളത്. ടേസ്റ്റ് ഒരു രക്ഷയുമില്ല, നല്ല പെർഫെക്റ്റ് ഗീ കേക്കിൻ്റെ ടേസ്റ്റ് ആണ്. ഇനി കടയിൽ ഒന്നും പോയി വാങ്ങണ്ട. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.